പോകുന്നു. സോമച്ചാരും എല്ലാം കൂടെ പോകുന്നിങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന്, മോഹൻ സിംഗിൻ്റെ വീട്ടിൽ നിന്ന് പോവുക. പല പല ഡ്രാമകളാണ് ഇങ്ങനെ. പല രീതിയിലുള്ള ട്രാപ്പുമായിട്ട് നടക്കുക ഇവന്മാർ. പല രീതിയിലുള്ള ട്രാപ്പുമായിട്ടാണ് ഇങ്ങനെ നടപ്പ്. ഇപ്പം പോവും. പോകുന്നുണ്ട്. ഇവിടെ നിന്നുമല്ല പോയത്, നമ്മുടെ വീട്ടിൽ നിന്നുമല്ല. ദീപായസ് പണിക്കർ ഈസ് ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഇവനൊന്നും എൻ്റെ ആരുമല്ല. അങ്ങനെ പല പല ഡ്രാമകളുമായിട്ട് ഇവന്മാർ നടക്കുക. നമ്മളെ പല രീതിയിൽ ചതിയും വഞ്ചനയായിട്ട് നടക്കുക ഇവന്മാർ. എൻ്റെ അച്ഛനെ ഇതുപോലെ ചതിച്ച് വഞ്ചിച്ച് കൊന്നൊരു വല്യത്തുകാരികൾ കുറേ. എൻ്റെ അച്ഛനെ ഒരു ജെംസ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേച്ച് ഇവളുടെ ജലജയ എന്ന് പറയുന്ന അവിടെ ഭർത്താവുണ്ട്, ഒരു സോമൻ. അവൻ്റെ ചേട്ടച്ചാരുകൾ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അവന്മാരുടെ അറിവിലുള്ള ഒരു ഡോക്ടറിനെ അന്ന് അവിടെ ഡോക്ടറില്ലെന്നാണ് പറയുന്നത്, ജെംസിൽ കാർഡിയോളജിസ്റ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കുറേ അറിവുള്ളവന്മാരെ എല്ലാം കൊണ്ടുവന്ന് ഏതാണ്ടെല്ലാം ചെയ്തെന്തായാലും ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അച്ഛനെ റെഡിയാക്കി. ഇവന്മാരിങ്ങനെ നടക്കുക. കുറേ കുറേ ഗൂണ്ടകൾ, കുറേ ഡോക്ടേഴ്സും ഒക്കെ അറിയാം. ഇപ്പം കണ്ടില്ലേ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പരിപാടികൾ. കുറേ കെമിക്കലും എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കുക ഇവളുമാർ. അതുപോലെ നമ്മളെ ഇതാക്കി വകവരുത്തിച്ച്. ഇതുപോലെ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവൾ ഫാർമസിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ. കേരള ഫാർമസി കൗൺസിലിൽ പോയി അന്വേഷിച്ചാൽ അറിയാം ഇവൾ എന്തുവാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും ഇവൾ എന്തുവാണെന്നുള്ളതൊക്കെ. ഓൺലൈൻ ഏതാണ്ട് PhD എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ ഏതാണ്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നോടൊരാൾ പറഞ്ഞു ഇവൾ ഓൺലൈൻ PhD ആണ് എടുത്തിട്ടേക്കുന്നത്, ഏതാണ്ടൊരു സർട്ടിഫിക്കറ്റ്. പിന്നെ ലിങ്ക്ഡിൻ പിന്നെ അതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല അവളെ. നമ്മൾ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഓടി. പിന്നെ നമ്മൾ ലിങ്ക്ഡിൻ ഇവളുടെ അത് കണ്ടിട്ടേ ഇല്ല. അതെന്തൊക്കെയോ കള്ളത്തരത്തിൻ്റെ കൂടുകളാണ് ഇവൾ നല്ല ഒന്നാം തരം കള്ളിയാണ്, നമ്പർ 1 കള്ളി. ഇവളിങ്ങനെ തമിഴ്നാട്ടിൽ വരെ പോയി ഹണി ട്രാപ്പ് ചെയ്ത് ആ പാവം പിടിച്ച ചെല്ലമുരളി കെട്ടിക്കൊണ്ട് വന്നേച്ച് അവനെ 10 വർഷം കൊണ്ട് റെഡിയാക്കി. അവൻ്റെ എല്ലാം പിടിച്ചു പറിച്ച് അവൻ്റെ 3.5 സെൻറ്റോ ഒക്കെ ഉള്ളതെല്ലാം വിപ്പിച്ച് കാശെല്ലാം ഇവൾ ഇതാക്കിയിട്ട് അവൻ്റെ എല്ലാം സർവ്വതും ഇവൾ പിടിച്ചു പറിച്ച് ആൾക്കാരെ കൊണ്ട് പിടിച്ചു പറിപ്പിച്ച് അവനെ ഒറ്റയ്ക്കാക്കി. ഇതുപോലെ മധുരയിൽ ഒറ്റയ്ക്കാക്കി. ഇവൾ അഹല്യ എന്ന് പറയുന്ന പാലക്കാട്ട് പോകും. നിങ്ങൾക്ക് അന്വേഷിക്കാം. 2017 15 16 ഒക്കെ 15 ആയപ്പോഴത്തേന് ഇവൾ അവനെ അവിടെ ഒറ്റയ്ക്കാക്കി ഇച്ചിങ്ങി പോകുന്നു. എന്നിട്ട് പതിയെ ഇവനെ എല്ലാം ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന അവൾ വഴി അതിന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. ഏതാണ്ടെല്ലാം കലക്കി ഇവളും അവസാനം ലക്ഷ്മി അമ്മയെന്ന് പറയുന്നവളെ തട്ടി. എല്ലാം ലക്ഷ്മി അമ്മയും തട്ടി. അവസാനം ക്യാൻസറാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനെയും എല്ലാം തട്ടി. നാട്ടുകാരെല്ലാം പറഞ്ഞത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൈലൻ്റ് അറ്റാക്കാണെന്ന് ഇവളുമാർ ആദ്യം എൻ്റെ അടുക്ക പറഞ്ഞത്. അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കണ്ടല്ലൂർക്കാർ വരെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക പറഞ്ഞു അവനെ കൊന്നു കെട്ടി തൂക്കിയതാണെന്ന്. ആത്മഹത്യയാണെന്ന് ചിലർ പറയും, ചിലർ പറയും കൊന്നു കെട്ടി തൂക്കിയത്. അതുപോലെ ഇവിടെയും നടത്തി കൊന്നു കെട്ടി തൂക്കാൻ എന്നെ. ഒരു പരോളിലിറങ്ങുന്ന ഒരു കൊലപാതകം ഉണ്ടായിരുന്നു, ഒരു വാസവൻ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വരുമായിരുന്നു. ഞാനന്ന് 2019 to 2020 ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്നെ ഇതുപോലെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒത്തിരി സംഗതികൾ ഇവളുമാർ നടത്തി. ഇവളുമാർ നമ്മുടെ ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് അനാവശ്യ കഥകളുണ്ടാക്കുക. അങ്ങനെ പല ഇത് നമ്മളെ എന്നിട്ട് നമ്മുടെ പ്രമാണം ഇവിടെ കയറി തപ്പാൻ വേണ്ടി നമ്മളെ കുറേ സന്തുല എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, അതിനകത്ത് കുറേ ആൾക്കാരെ പാവങ്ങളെ കൊണ്ടുവന്ന് പിടിച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലത്തെ ഗൂണ്ടായിസം ഉണ്ട് അവന്മാർക്ക്. കുറേ ഗൂണ്ടകളിങ്ങെത്തും അവന്മാരിവിടെ വന്ന് നമ്മുടെ പെരയടിച്ച് നമ്മൾ അകത്തിരിക്കുമ്പോൾ നമ്മുടെ പെരയടിച്ച് കയറി പൊളിച്ച് കുറേ അവന്മാരെല്ലാം വന്ന് നമ്മളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ട്. എന്നിട്ട് എൻ്റെ പ്രമാണമെല്ലാം ഇതിനകത്ത് കയറി തപ്പി. ഒരെണ്ണത്തിനൊരു പ്രമാണം കിട്ടിയില്ല. എൻ്റെ പ്രമാണം മജിസ്ട്രേറ്റ് കോടതിയിലിരിക്കുകയായിരുന്നു, മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ. കഥയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇവന്മാർ എന്തോന്ന് കഥയായിരുന്നു. സുബ്രഹ്മണ്യൻ്റെ ലേലം വിളിയായിരുന്നു. ഇങ്ങനെ വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും എൻ്റെ പ്രമാണം സേഫായിട്ട് ഡൽഹി വെച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രമാണം കേട്ടോ. ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. എൻ്റെ ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അച്ഛനുണ്ടാക്കിയ എൻ്റെ അച്ഛൻ്റെ ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതെൻ്റെ അച്ഛൻ്റെ ഭൂമിയാണിത്. എൻ്റെ അച്ഛനുണ്ടാക്കിയ വീടാണ് ഇത്.
60കളിൽ എൻ്റെ അച്ഛനുണ്ടാക്കിയ വീടാണ്. 60കളിലുണ്ടാക്കിയ വീടാണ് ഇത്. പിന്നെ കുറച്ച് ഇതൊക്കെ ഞാൻ ചെയ്യിച്ചതാ. ഈ ഗേറ്റും അതിലും ഇതുമെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ കയറി കണ്ടവനൊന്നും ചൊരയ്ക്കാൻ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇവള് കയറി ചൊരയ്ക്കാൻ വരാനിരിക്കുക. പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന ഗൂണ്ടി. ഇവളെപ്പോലൊരു ഗൂണ്ടിയില്ല. ഇങ്ങനെ നടക്കുക, നല്ല ഹണി ട്രാപ്പൊക്കെ ചെയ്ത ആണുങ്ങളെ കൊന്നു തിന്ന് നല്ല തഴക്കവും പഴക്കമായിട്ട് നടക്കുക അവള്. എന്നെ ഇനി വകവരുത്തി അങ്ങ് തിന്നാമെന്ന് അവിടെ വിചാരം. നമുക്ക് സപ്രപഞ്ചത്തെ ഇരിക്കണം. നമുക്ക് കാറേ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഡർബാർ അടിക്കണം. നമുക്ക് കാറേ കയറി ഇങ്ങനെ അങ്ങ് ഡർബാറടിയാണ്. തെക്കും വടക്കും നടന്ന് ഡർബാറടി.